നടുവിൽ വെച്ച് ഇല്ലാതായ പട്ടണം. സോർ പട്ടണം. യെഹെസ്കേൽ 27:32. ദൈവം ഒരു കൂട്ടർക്ക് വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് വന്നു, ഒരു സ്ഥലത്ത് നിന്ന് ഉയർന്നു വന്നു, വേറൊരു സ്ഥലത്ത് നിന്ന് ശോഭിച്ചു. ഇങ്ങനെ ചെയ്ത സ്ഥലങ്ങൾ ഏതെല്ലാം? വന്നത് സീനായി, ഉയർന്നു വന്നത് സേയീർ, ശോഭിച്ചത് പാരാൻ പർവ്വതം. ആവർത്തനം 33:2. കൂട്ടുകാരെ തമ്മിൽ തെറ്റിക്കുന്ന വ്യക്തി. ഈ വ്യക്തി സ്വകാര്യ കാര്യങ്ങളെ പരസ്യപ്പെടുത്തുകയും ചെയ്യും. എങ്കിൽ ഈ വ്യക്തി ആർ? ഏഷണിക്കാരൻ. സദൃശ്യവാക്യങ്ങൾ 16:28, 11:13. അപ്പനെയും അമ്മയെയും കാണാതെയും കൂടപ്പിറപ്പുകളെ വേണ്ട വിധത്തിൽ ബഹുമാനിക്കാതെയും ദൈവവചനം പാലിച്ചത് ആർ? ലേവി. ആവർത്തനം 33:9. ഒരു മൃഗം. അതിന് വിവേകമില്ലെന്ന് ബൈബിൾ പറയുന്നു. ദൈവത്തിന്റെ വഴക്ക് മൂലം ഈ മൃഗം സുഷുപ്തിയിലാണ്ട് പോയി. പോരിനായി ഇതിനെ ഒരുക്കാറുണ്ട്. എങ്കിൽ ഈ മൃഗം ഏത്? കുതിര. സങ്കീർത്തനം 32:9, 76:6. സദൃശ്യവാക്യങ്ങൾ 21:31. ബൈബിളിലാകെ ഒരു പ്രാവശ്യം മാത്രം പറയുന്ന വ്യക്തി. അദ്ദേഹം ദോഷമായത് മാത്രമാണ് തിരക്കാറുള്ളത്. ഇദ്ദേഹത്തിന്റെ പേരെന്ത്? മത്സരക്കാരൻ. സദൃശ്യവാക്യങ്ങൾ 17:11. നമ്മുടെ ശരീരത്തിലെ 4 അവയവങ്ങൾ 2 വാക്യങ്ങളിൽ ആവർത്തിച്ചു വരുന്നുണ്ട്. അവയവങ്ങൾ ഏത്, വാക്യങ്ങൾ ഏതല്ല? കണ്ണ്, പല്ല്, കൈ, കാൽ. പുറപ്പാട് 21:24. ആവർത്തനം 19:20. ബൈബിളിൽ ഒരു ഉരകത്തിന്റെ പേർ പല രൂപത്തിലുണ്ട്. എന്നാൽ ഈ ഉരകത്തിന്റെ ഒരു 3 അക്ഷര പേര് ബൈബിളിലാകെ ഒരു പ്രാവശ്യമേ ഉള്ളൂ. ഇതിന്റെ കാകോളം ചിലരുടെ നടുവിലേക്ക് പറഞ്ഞു വിടുമെന്ന് ദൈവം പറഞ്ഞു. എങ്കിൽ ഈ 3 അക്ഷര പേരെന്ത്? പന്നകം. ആവർത്തനം 32:24. സഹോദരിക്ക് വേണ്ടി സഹോദരന്മാർ നടത്തിയ കാര്യം പിതാവിന് ഇഷ്ടമായില്ല. പിതാവ് മക്കളെ അതിന്റെ പേരിൽ ശാസിച്ചു. ഇതിലെ സഹോദരന്മാരും പിതാവുമാർ. പിതാവ് യാക്കോബ്, സഹോദരി ദീന, സഹോദരന്മാർ ഷിമയോൻ, ലേവി. ഉൽപ്പത്തി 34. ജാതികളുടെ പ്രവേശന ദ്വാരം ആയിരുന്നത് ആർ? യെരൂശലേം. യെഹെസ്കേൽ 26:2.